ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു H&H ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഞണ്ട് റോസ്റ്റാണ്. ഇതിനു വേണ്ടി ഒരു 1/2 കിലോ ഞണ്ട് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി 1/4 ടീസ്പൂൺ കടുകും 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. 3 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് നന്നായി പച്ചമണം മാറുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി കൂടി നമുക്ക് ചേർത്ത് വഴറ്റി കൊടുക്കാം. രണ്ട് പച്ചമുളക് കൂടി ചേർത്ത് തക്കാളി സോഫ്റ്റ് ആവാൻ വേണ്ടി ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളി നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ചേർത്തുകൊണ്ട് അവരുടെ എരിവിന് ആവശ്യമായിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ഗ്രേവിക്ക് വേണ്ടി 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് തിളപ്പിച്ചെടുക്കാം. 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ ടൈമിൽ ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കാം. ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പ് എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായി ഇളക്കി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഒരു 5-10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഒന്ന് തുറന്ന് നോക്കിയിട്ട് നന്നായി ഇളക്കി കൊടുത്ത് വീണ്ടും ഒരു 2 മിനിറ്റ് കൂടി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പം ഞണ്ടിലേക്ക് അരപ്പെല്ലാം നന്നായി പിടിച്ച് റോസ്റ്റ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. വളരെ സ്വാദിഷ്ടമായ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഐ ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് ദിസ് വീഡിയോ. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. സീ യു സൂൺ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ. ടേക്ക് കെയർ.